ഹലോ ഫ്രണ്ട്സ്, ഒരാഴ്ച മുമ്പ് ഞാൻ മോഹൻലാലിൻ്റെ പുതിയ ചിത്രമായ തുടരും എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടതിന് അതിൻ്റെ റിയാക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ സിനിമ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, അത് കാണുമെന്ന്. ഇന്നത് സംഭവിച്ചു. ഇന്ന് രാവിലെ 10 മണിക്കുള്ള ഷോയ്ക്ക് ഞാൻ പോയി ആർക്കൊന്നും പാൻ സിനിമാസിൽ പോയി ആ സിനിമ കണ്ടു. സിനിമയെ കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയാനുള്ളത് നമ്മുടെ സ്വന്തം ലാലേട്ടനെ കുറിച്ച് തന്നെയാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പല കാലങ്ങളായി വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതുല്യ നടനാണ്. അദ്ദേഹത്തിനെ പകരം വയ്ക്കാൻ ആരും തന്നെ ഇല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അഭിനയത്തിൻ്റെ സർവകലാശാലയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. വളരെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ നല്ലൊരു അഭിനയ മുഹൂർത്തം കാഴ്ചവെക്കുന്ന പടമാണ് തുടരും. ഇതിലെ ഓരോ കഥാപാത്രവും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ശോഭനയാണെങ്കിലും മണിമുള്ള രാജു ആണെങ്കിലും ബിനു പപ്പു ആണെങ്കിലും ഇഷാദ് ആണെങ്കിലും മോഹൻലാൽ ശോഭന ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അണിയറ പ്രവർത്തനം നന്നായിട്ട് എടുത്തിട്ടുമുണ്ട്. ഈ സിനിമയുടെ കഥ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ നോർമലായിട്ടുള്ള കഥയാണ്. തരുൺമൂർത്തി അത് മേക്കിങ്ങിലൂടെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ പടത്തിൽ രസകരമായ കുറേ സംഭവങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പടം തുടങ്ങുമ്പോൾ ഒരു രസകരമായ രീതിയിലാണ് പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഓരോ സീൻസ് വരുമ്പോഴും പടം ഒരു ത്രില്ലർ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു അതിൽ മാറി പടം ഒരു ഹൈ ലെവലിലേക്ക് പോവുകയാണ്. സിനിമ തുടങ്ങി രസകരമായ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു കഥാപാത്രം വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ പല പല രൂപമാറ്റങ്ങൾ കഥയ്ക്ക് വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കഥയുടെ തലം തന്നെ മാറിപ്പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വില്ലൻ കഥാപാത്രത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ ഒരു അതിശക്തമായ ഒരു വില്ലനെ തന്നെ തരുൺമൂർത്തി കരുതി വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഇമോഷണലായ കുറേ സീനുകൾ ഇതിനകത്തുണ്ട്. അതൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ കോമഡിയും മറ്റു കാര്യങ്ങളെല്ലാം നന്നായ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ ആ ലാലേട്ടൻ്റെ പ്രകടനം കണ്ട് ഞാൻ സീറ്റിൽ നിന്ന് എണീറ്റിരുന്ന് കൈയടിച്ചു പോയ 2-3 സീനുകൾ ഇതിനകത്തുണ്ട്. ഈ സിനിമയിലെ പാട്ടുകളെല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ആ പഴയ ലാലേട്ടനെ നമുക്ക് ഈ സിനിമയിലൂടെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണമായ നമ്മുടെ സംവിധായകൻ തരുൺമൂർത്തിക്ക് ഒരു ബിഗ് സല്യൂട്ട്. തരുൺമൂർത്തിയുടെ മേക്കിംഗ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ചിത്രമെടുക്കാൻ കഴിയുന്ന ഒരു ഗംഭീര സംവിധായകനാണ് തരുൺമൂർത്തി. ഈ പടം എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഇത് നിങ്ങളും തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കണ്ടതിൽ മേലെ ഒരു അനുഭവം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. താങ്ക് യു.